എടോ ചെല്ലപ്പൻ പിള്ളേ, ആരും ഇല്ല ഇവിടെ? അകത്ത് കയറി ഒളിച്ചിരിക്കുവാന്നോ? അച്ഛൻ കിടക്കാണ്. നീ കിടത്തിയെന്ന് പറ. വന്ന് നാട്ടിലിറങ്ങി നടക്കാൻ വയ്യാതെയായി. ഓ, ഇറങ്ങി നടക്കാൻ വയ്യാത്തോണ്ടാണല്ലേ ഇവിടെ വരെ വന്ന. എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. നീ നിന്റെ തന്തയെ വിളിക്കടി. എന്തരോ അമ്മ വന്നാലേ എന്നൊരു വിശേഷം പറിച്ചില്. ഓ, വിശേഷത്തിനാണോ ഒരു കുറവ്? കുടുംബത്തിലോരോ കുരുത്തം കെട്ടവന്മാരുണ്ടായോണ്ടല്ലോ. ഓ, അതിപ്പോ അവൾ അവന്റെ കൂടെ പൊറുക്കുള്ളൂ എന്ന് പറഞ്ഞല്ലേ. ഇത്തി നേരത്തെ അവൻ വന്ന് ഉപ്പ് നോക്കാൻ വന്നിട്ട് പോയി. അത്രയല്ലേ ഉള്ളു. അനി നാട്ടുകാരിടന്ന് തുള്ളണ എന്തേരിന്? ഉപ്പ് നോക്കാനാ? മാമ അകത്തേറിയിരുന്നാണ്. മാമ ഞാൻ പറയണ ഏക്ക്, കാര്യങ്ങൾ ഇത്രയൊക്കെ ആയില്ലേ. പിണക്കമൊക്കെ മാറ്റിയിട്ട് നിങ്ങളെല്ലാരും കൂടെ അങ്ങോട്ടൊന്ന് ചെല്ല്. പൊടിയന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ സംസാരിക്കാൻ ഞാനും അണ്ണൻ്റെ കൂടെ പറയാം. വാസന്തിയുടെ അച്ഛന് പ്രയാസമാണെങ്കിൽ മാമന് പോവല്ലേ. മാമനാവുമ്പോ ഒരു നയമൊക്കെ ഉണ്ടല്ലേ. നിങ്ങളെല്ലാരും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. എടി ഈ അലക്കല്ലാമ പുറമൊക്കെ നോത്തില്ലേടി? അതിന് ആ സമയത്ത് ആരാണ് ഇന്ന് ഓല് വരച്ചിലൊക്കെ അറിയാൻ പോണേ. ഓ, അന്നേരം അറിയാത്തതിന്റെ ഇപ്പൊ അറിയണത്. ഇവന്റെ അടുത്ത് ഈ ബന്ധം വേണ്ട വേണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞ. യവനെക്കാട്ടി വലുതാണ് അവൾക്ക് ആ രുക്മിണി. യവൻ കെട്ടിയാലും ആ രുക്മിണിയെ കളഞ്ഞ് വാസന്തി വരാനൊന്നും പോണില്ല. അപ്പൊ യവ അവിടെ പോയി താമസിക്കേണ്ടി. എടാ, അച്ചി വീട്ടിലെ നായരും എച്ചിക്കുഴി പട്ടി രണ്ടും കണക്കാണ്. അപ്പൊ നിന്റെ അയലോക്കാരായിരിക്കും ഈ അമ്മണിപ്പിള്ള. നിനക്ക് അവിടെ വല്ല വിലയും കാണും. നിനക്ക് ആ വേലിയിൽ നിന്നൊരു 10 ലടുത്ത് അവന്റെ മുതുകൊളൊക്കെ അറിഞ്ഞു കൊടുത്തോടെ. എനിക്കൊന്നും വേണ്ട, കൊണ്ടുപോ. ഞാനൊന്ന് ആനതാ, പക്ഷെ അപ്പൊ അവള് വന്നു. അവന്റെ പെണ്ണുമുള്ള ഈ മര്യാദ അവൻ കാണിച്ചില്ലല്ലോ. അവൻ തൊലയണോടാ, അവനെ തൊലിക്കണം. ഞാനുണ്ടാ കൂടെ. ആരും കൂടെ വേണ്ട, ഒറ്റയ്ക്ക് തീർത്തോളാം. അങ്ങനത്തെ കേസാ. യവനും ഉണ്ടല്ലോ 2 മുഴം കൈ ഒരു ആത്മാവും. നീ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അവനിപ്പോ ഓരോരുത്തർക്കിട്ടും വേല വന്നോണ്ടിരിക്കുകയാണല്ലേ. എൻ്റെ തലയിലോ തൊപ്പിയൊന്ന് കയറിക്കോട്ട്, അവനെ ഞാൻ വേറെ പെടുത്തിക്കോളാം. അല്ല പൊടിയാ, നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോണ്? നമുക്ക് ആറ്റിങ്ങി നാളിനെ ഇറക്കിയല്ല. എന്നെ ചിറ്റപ്പൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. അവ അവിടുത്തെ ഭയങ്കര റൗഡിയാണ്. അങ്ങനെ പുറത്തുനിന്ന് റൗഡി വേണ്ട. പൊടിയന് കിട്ടിയത് പൊടിയൻ തന്നെ കൊടുക്കും. അവിടെ കഴിച്ച താലി കയറുന്നതിന് അമ്മണിപ്പിള്ളക്ക് ആട്ടി കൊടുത്തിരിക്കും. ഇടപെട്ട് നിങ്ങളെ കല്യാണം നടത്തരാന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പൊ പിന്നെ അത് വേണോ? ഇടവിട്ട് കല്യാണം നടത്തി തരാൻ അങ്ങനെ ആറാ എന്റെ തന്തയോ? ഇവൻ പണ്ടേ പേടിച്ചൂറിയാണ്. ആ അമ്മണി പിടിച്ച് മൂക്കി കയറ്റുന്നതാണ് എൻ്റെ വിചാരം. പോളെ അളിയാ, അവന്റെ കവാലം അറിഞ്ഞു പിരിക്കണോടാ. എന്റെ സുശീലെ കൊണ്ട് ഒരുത്തിന് കൊടുത്തവനാണ്. അവൻ അറിഞ്ഞു പിരിക്കണം. പന്ന പട്ടി. അവനെടുത്തോളാം. നീ ചെയ്തതാ ഇത് ശരി. നീയായിട്ട് അതങ്ങ് നടത്തി കൊടുത്താ അതിന്റെ പുണ്യം നിനക്ക് കിട്ടും. ഓ, നമുക്ക് കൂലിയൊന്നും വേണ്ട. കാര്യങ്ങൾ ഭംഗിയായിട്ട് നടന്നാൽ മതി. മോതിരം മാറാൻ വരൂലെന്ന് പറഞ്ഞിരുന്നാണ് ആ തള്ള കിടന്ന് കാല് പിടിച്ചിട്ട് കൊടുക്കാൻ സമ്മതിച്ചു. അവനും അഭിമാനിയാ. അല്ല, അവൻ കാളടിച്ച് നടക്കല്ലേ. അവനെ കൊണ്ട് വേല ചെയ്ത് കുടുംബം പോറ്റാനൊക്കെ പറ്റുമോ? കുടുംബത്ത് വകയുണ്ടല്ലോ. ആ, പിന്നെ പെണ്ണു പിടിക്കുക, അവളൊരു മൂക്ക് ഇറങ്ങിടും. ശരിയാ. എന്നാ ഇങ്ങോട്ട് നാണി, ഇതവിടെ വിളക്കുന്നത്. ഇതങ്ങ് ചേർത്ത് വെച്ചാണ്. ആ, എല്ലാവരും കിടക്കും തള്ളാതെ നീങ്ങിയെന്നാണ്. അമ്മ വന്നാണ്. തൊട്ടനുഗ്രഹം മേടിച്ചു. നന്നായോ? ഭരണം മൊത്തം അവനാണല്ലോടാ. ഇതൊന്ന് കഴിഞ്ഞോട്ട് അച്ഛമ്മ 2 കാലം തൊട്ട്. ഇനി അമ്മ. ഇനി ചെറുക്കം വന്നാണ്. കിഴക്കോട്ടില്ലേ? കിഴക്കോട്ടില്ലടേ.
കിഴക്കും പടിഞ്ഞാറേകത്തിനൊക്കെ. ചെറുണ്ട ചമന്നാണി ഇങ്ങോട്ട് തള്ളണേ, മാറില്ലേ? ഞാൻ വിളിച്ചിട്ട് വന്നേണ്. ആര് വിളിച്ചിട്ടാണെങ്കിലും ഒരു വകുതിരൊക്കെ വേണം. പിടിച്ചാണ് കൈ നീട്ടി കൈതാ. ചടങ്ങിന് സമയമായിട്ടില്ല. ഇതിനേക്കാ വലിയ ചടങ്ങൊക്കെ കഴിഞ്ഞ. പിന്നെ എനിക്ക് അവളെ കൂടെ പറപ്പിക്കാൻ ആരെ ഔദാര്യം ഒന്നും വേണ്ട. അപ്പൊ എവക്ക് വാശി കഴുത്ത താലി കയറിയല്ല എന്റെ വീട്ടിൽ വന്ന് കയറുള്ളൂ. നീ കല്യാണത്തിന്റെ സമയം പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി, ഞാൻ വന്ന് കെട്ടിക്കോളാം. നിങ്ങക്ക് എന്തോത്തിന്റെ കേട്? എവിടെ പോയാലും കിടന്നങ്ങ് ഭരിക്കണം. എന്തേ ഞാൻ കാര്യമില്ലേ പറഞ്ഞു? തന്നെ വേണ്ടടുത്തുള്ള കാര്യം പറച്ചിലും മതി കേട്ടാ. എല്ലായിടത്തും കയറി കാര്യം പറയാൻ നിൽക്കല്ലേ, വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. മണിയടെ നാളെ വെള്ളം ഉണങ്ങി കഴിഞ്ഞാൽ കോളം വരച്ചിട്ടുള്ളൂ കേട്ടോ. നാളെ എന്നോട് പറയിപ്പിക്കാതിരിക്കും. പൊന്നെണ്ണ പണി അടക്കലാണ്. നിങ്ങളടുത്ത് പടക്കേരിയാണ്. ഇങ്ങോട്ട് നോക്കി വേണം. ആരും വന്നു കഴിഞ്ഞാൽ അവരെ വായ്പളം നോക്കിക്കൊണ്ടു 10 വയസ്സിൽ പണി എടുക്കുകയാണ്. ആ സഹോദരി സഹോദരന്മാരെ, കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ. മുള്ളപ്പന്നിയുടെ മുള്ളുകൊണ്ട് ചൊറിച്ചെമ്പ് തൊട്ടാൽ എന്ന് വേണ്ട ഏത് വിധത്തിലുള്ള വേദന, ചൊറിച്ചിൽ, പുകച്ചിൽ, തിണപ്പ് എല്ലാത്തിനും തൊടിയിടയിൽ അത്ഭുതകരമായ സൗഖ്യം പ്രദാനം ചെയ്യുന്ന പരമ വിശിഷ്ടമായ അത്യപൂർവമായ പാരമ്പര്യ വിധി പ്രകാരം തയ്യാറാക്കിയ സിദ്ധാന്തമാണ് ഈ മഹാ ഔഷധത്തിന്റെ ഗുണമേന്മകൾ അനുഭവിച്ചറിയുവേൻ. ഇത് പ്രായമല്ല, മന്ത്രമല്ല, നൂറ്റാണ്ടുകളായി എന്തിനാ അതെന്തേര് ഇത് തുറന്നാണ് ഒന്നും പേടിക്കണ്ട. എന്ത് സംഭവിച്ചാലും എന്റെ ഈ മരുന്നുണ്ട്. ഇതൊക്കെ കുളത്തൂപ്പുഴ കാടുപത്രം കണ്ടാ മതിയാ. നമ്മളെ നാട് കൂടെ കാട്ട്. എന്തിനാ അണ്ണാമല ബുക്കിൽ രാജകുമാരനെ കൊണ്ടുവന്നു. ആ ഫോറസ്റ്റ് ചന്ദ്രൻ കാട്ടിൽ കിടന്ന് രാജകുമാരൻ എടുത്ത് നാട്ടിൽ കൊണ്ടിട്ട് അവിടെ നിന്ന് ആളും ബഹളും ഭയങ്കര പ്രശ്നം തന്നെ. ഈ പോത്തിനെ കയറില്ല ഫോറസ്റ്റിലെടുത്ത്. ആരൊക്കെ അറിയാം അളിയ പൊടിയാ, നമുക്ക് അതിനങ്ങ് പിടിച്ചാല. ഓ ഞാനങ്ങും വരുന്നില്ല, നിങ്ങളെങ്ങാനും പോയി പിടിച്ചാണ്. ഇപ്പൊ നമ്മൾ മുന്നിട്ട് നിന്ന് അതിനെ പിടിച്ചു കഴിഞ്ഞാ അതിന്റെ ഗമ നിനക്കാടാ. പൊടിയണ വാണ നമുക്ക് അനുഭവം പിടിക്കണ. അവിടെ ശരിക്കും ആൾക്കാർ കൊണ്ടാണ് കാണാം. വാ ഉമ്മാര് പറഞ്ഞാലും കാര്യമുണ്ട്. ഒന്നാ നീ ഇപ്പൊ നാട്ടിൽ ആ പാടാ മാറിയിരിക്കുക. പോയി പിടിച്ചാല. പോവാണ്ട എല്ലാവരും കൂടെ പോവാ. നല്ല രസമായിരിക്കും. എന്തോ നടന്ന് തള്ളണത്? ഞാൻ കാണാൻ തന്നെ ഇരിക്കണത്. കൊല്ല പായല്ലേ, ഒന്നില്ലെങ്കിലേ ഇവിടെ കിടന്ന് പെറ്റ് വരൂ. അവനെവിടെ? അവനോട്ട് പൊട്ടിക്കണവരല്ലോ. പോക്കൃത്തരല്ലേ ഈ കാണിച്ച? അവനെ സർക്കാർ ഉദ്യോഗസ്ഥനാ. കൈവച്ച കളി മാറും. അണ്ണാ പാമ്പ് വലുതാ ചെറുതാ? ടാപ്പിരിക്കാലേ അളന്ന് നോക്ക്. അങ്ങ് കൂടി അളന്നിങ്ങ് തരും.
അങ്ങോട്ട് മാറി 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 എവിടെ മാറി എവിടെ പാമ്പ് പാമ്പ് എവിടെ പാമ്പ് മാറിക്കണ്ട അവ ചുമ്മാ നമ്മൾ പാമ്പ് പിടിക്കണ്ട വാലിത്തിരി കാണുന്നു എടാ വാലിത്തിരി കാണുന്നു പിടിക്കാൻ പറ്റൂടെ പോച്ചു നോക്കാം പുറത്തേടും പഠിച്ചോല്ലേ കാണാൻ പറ്റുന്നുണ്ടോ ഒച്ചുണ്ടാക്കിയ പാമ്പയാവോ തേടിയാവേ വേണ്ടെന്ന് പറ പിടിക്കട്ടേച്ചി അണ്ണാ മണ്ണെണ്ണ ചോദിച്ചാൽ അയാൾ തരണില്ല ഓയവന്റെ കുത്തിനെ പിടിച്ച് മേടിച്ചോണ്ടാ മനുഷ്യനോട് ആവശ്യമുള്ളപ്പോ വേല ഇറങ്ങും പോയി പോയിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ടോ കുറച്ച് കൊടുത്തോളൂ ഇത് ഫോറസ്റ്റിൽ അറിയിക്കണം. അയ്യോ എന്റെ പൊന്ന് സാറേ പാമ്പിന് നിയമമൊന്നും അറിയത്തില്ല അങ്ങോട്ട് അങ്ങനെ നിന്നാണ് പിടിച്ച് കൈകൊണ്ട് തരാം ഒരു അണ്ണാ അയാൾ വരുന്നുണ്ട് ആര് അമ്മണിയണ്ണ ആടാ അമ്മണിയണ്ണ വരുന്നുണ്ട് ഇനി അങ്ങനെ ഒരു കുറവ് കൂടെ ഉള്ളൂ. വരട്ട് നമ്മൾ പിടിക്കുന്ന അവനും കൂടെ കാണട്ടെ അറിയാം. എന്തുവാടേ എല്ലാം കൂടെ ഒന്ന് ചെരിക്കണത്? ഓ നമ്മൾ ചരച്ചോളാം ഇയാളിടയ്ക്ക് കയറണ്ട എവിടെടേ പാമ്പ്? തൊണ്ടിനിടയിലുണ്ടെന്നാ മാറേ എടാ അത് രാജവമ്പാലേ ചീറ്റാ മതി ചത്തുവാൻ. ഇങ്ങനെ തള്ളലേ പാമ്പ് പിടിക്കുമ്പോ വീട്ടിൽ പോപ്പാ നീ ആദ്യം പോടും തള്ളായിരിക്കണ്ട പാമ്പ് ഞങ്ങൾ കണ്ടില്ല കാണിച്ചോട്ടാ ഇറ്റിപ്പൂലുള്ള ഒരു പാമ്പിനെ പിടിക്കാനാണോടാ ഈ അടവ് അഭ്യാസമൊക്കെ? എന്റെ മുടിപ്പൊരമ്പച്ചി ഓടിക്കോടാ. എവനെ ഭ്രാന്താണോ കറക്കണ്ടാ ഓടാ ഓടി കറക്കാറാ. ഞാനങ്ങ് പേടിച്ചു പോയി ചേച്ചി. പാമ്പിനെ പിടിക്കാൻ വന്ന അവസാനം തുണിയില്ല ഓണാനും ഇല്ലാതെ ഓടി. അണ്ണനെ നല്ല ഉശിരുള്ള ആണാ, അതുപോലാണാ പൊടിയും ചെറുക്കേ. നീ കിഴക്കോട്ടേ നീ അധികം വാഴത്തിലടാ.